എനിക്കുണ്ട്. നട്ടപ്പാതിരേക്ക് എന്നെ വിളിച്ചോണ്ടി കൊണ്ടുവന്ന ഈ കോപ്രായം കാണിക്കാനാ? ഞാൻ പോവാ, എനിക്കാളെ പണിയുള്ളതാ. രാമു പോരുത്. എടാ പോരുന്നു, എടാ പോരുന്നു. ഒരു വീക്ക് വെച്ചാലുണ്ടല്ലേ കളിക്കാണാ നീ? തല്ലടാ, തല്ലു കൊല്ലും. എന്ത് പ്രാന്തടേ കാണിക്കുന്നേ? എന്താ പറ്റിയെന്ന് തുറന്നു പറ. പറയാൻ പാടില്ല, പറഞ്ഞ തല പോവും. എന്നാ പറയണ്ട. നീ ആരോടും പറയരുത്. പറയോ? ഞാൻ പറയും. കണ്ണി കണ്ടവരോടൊക്കെ അങ്ങ് പറയും. നീ പറയില്ല, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. 9 വയസ്സ് മുതൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവൻ പോലെ. അതൊക്കെ നീ മറന്നോ? മറന്നു. നീ മറക്കും. നിനക്കിപ്പോ വീടുണ്ട്, കുടിയുണ്ട്, പെണ്ണുണ്ട്, പെടക്കോഴിയുണ്ട്. നാരായണം വെറും ഏഴാങ്കുലിയല്ലേ? കൊല്ലിത്തല്ലുകാരൻ, കൊലയാളി, അത്ത്. നീ ചിരിച്ചോ? നിനക്കെന്താ? എടാ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ. എടാ നീ ഇത് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ നോക്കൂ. പറയാം. ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത്. ഇല്ല, സാധി പോലും അറിയില്ല. നിനക്ക് നിന്റെ അമ്മ ഓർമ്മയുണ്ടോ? ഓലക്കട മൂട്. ഇതാണെനിക്ക് പറയാനുള്ളേ. അതും പറയണം. പറ, ഓർമ്മയുണ്ടോ? അതൊക്കെ എന്നോ വെച്ച് മടക്കിയ കേസല്ലേടാ. ചീഞ്ഞടുത്ത് വെച്ച് മുറിച്ചല്ലേ? എന്താ ഇന്ന് നീ നിന്റെ അമ്മയെ കണ്ടോ? കണ്ടു. ചത്ത് കിടക്കുന്ന എന്റെ അച്ഛനെ കണ്ടു. കരഞ്ഞു ബോധം കെട്ട എന്റെ അമ്മയെ കണ്ടു. എന്നെ കണ്ടു. അത് ശരി. കുടിച്ച് വീലായ ഇതല്ല, ഇതിന്റെ അപ്പുറവും കാണും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനാ? ചെല്ലേ. ഉറക്കം വരികയല്ല, ചെവിയിൽ ഇപ്പോഴും ആ കരച്ചില്ല. ആ കൊച്ചിന്റെ, അതിന്റെ തള്ളയുടെ. ഏത് കൊച്ച്? ഏത് തള്ള? ഇന്നൊരു എഞ്ചിനീയർ ചത്തില്ലേ, അയാളുടെ ഭാര്യ കൊച്ചു. ചത്ത വീട്ടിലങ്ങനെ ബന്ധുക്കൾ കരയും. കള്ളം കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ടെന്ന്. അയാള് വണ്ടി ഇടിച്ചല്ല ചത്തത്. പിന്നെ പറ്റിപ്പോണ അറിഞ്ഞോണ്ടല്ല. പക്ഷെ ആരാണ്? കടുപ്പത്തൊരു ചായ. മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ. രാമ കണ്ടിട്ടുണ്ടോടാ? ആരെയാ? ബെന്നി സാറിനെ. ഇല്ല. ഒന്ന് കാണേണ്ടതാ. പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ. ഉദിച്ചു വരണ പോലെ ഇരിക്കും. പത്രത്തിലെ പടവും കൊടുത്തിട്ടുണ്ട്. പാലത്തിൽ ഇടിച്ച് തെറിച്ചു വീണെന്നൊക്കെയാ പത്രക്കാരെഴുതിയിരിക്കുന്നത്. സത്യം ആര് കണ്ടു? ഇനി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. എന്റെ ജോൺ സാറേ, ഇത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയ്ക്ക് വരുന്ന വിചാരിച്ചു. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. നമ്മുടെ അല്ല, തന്റെ. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട് ടൈപ്പ് നായരെ. അല്ല, ഒക്കെ മൂപ്പരന്നല്ലേ ചെയ്യണേ. നമ്മൾ വിചാരിച്ച എന്താ നടക്കുക? ഒക്കെ അവിടുന്ന് നിശ്ചയിക്കണോ? അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിഞ്ഞ് സുഖമായിട്ട് ആസ്പത്രി കിടക്കണ്ടോനാ. അതാ പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നൂ നടിക്കുന്നതും ഭവാൻ ഭഗവാനെ. അയ്യോ, ചതിച്ചു കരീംബായി. ഇയാളെന്തിനാ ഇവിടേക്ക് വരണേ? അത് അയാളോട് ചോദിക്കേ. ബായി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാമായിരുന്നല്ലോ. പുറത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്നത്. എല്ലാം ക്ലീൻ അല്ലേ? അതെ. സന്തോഷമായില്ലേ? സന്തോഷായി. എനിക്ക് കുറച്ച് കാശൂടെ വേണം. 5000 ഞാൻ തന്നൂലോ. അത് പോരല്ലോ. കാശിന് സ്വല്പം ടൈറ്റാ. ബില്ല് പാസ്സായിക്കോട്ടെ. വല്ല 10,000-2000 കൂടി ഞാൻ തരാം. 2000? ഒരാളെ തട്ടിയിട്ട് 2000? ഞാൻ തരും. ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ. ബായിക്ക് വിഷമം തോന്നരുത്. ഉണ്ടായിരുന്നെല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു. പറഞ്ഞതിന്റെ ഇരട്ടി കൊടുത്തിട്ടുണ്ട്. പോരെ? നിനക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ച്? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ കാശ് കൊടുത്താ കടം വിടുവോ? സതിയെ കല്യാണം കഴിച്ചതിൽ പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ് നീ കളിയാക്കാറില്ലേ? നമ്മൾ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ ദുഃഖിച്ചു, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പെണ്ണും കൊച്ചുമൊക്കെ ആയപ്പോഴാണ് ഞാനത് അറിയാൻ തുടങ്ങിയത്. എടാ, ഇതല്ല, ഇതിന്റെ 10 ഇരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിന്റെ നഷ്ടം തീരുവോ? രാമു, നീ എന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. പറ്റിപ്പോയി. ഇതൊക്കെ അല്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? പകരം ചത്താ മതിയോ? ചാകാം. കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് ഒന്ന് വിളിച്ചിരിക്കുക. വാങ്ങുമ്പോ ഒരു 10-50,000 ചോദിക്കണ്ട. സാരമില്ല, ഇനിയും വാങ്ങാലോ. അതങ്ങെടുക്ക്. അല്ല, എനിക്കിതൊരു അത്യാവശ്യത്തിന്
ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി. അതുപോലെ പോയി എടുക്കണം പട്ടി. പൈസ സാലക്കുട്ടെ. എന്താടാ ഇതൊക്കെ? മോളെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? പോയത് പോയി, കൂടെ പോകാൻ പറ്റുമോ? കരയല്ലേ മോളെ, ഇത്രേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് സമാധാനിക്കും. എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം. അതിനുള്ള ശക്തി നിനക്കുണ്ടാവണം. അവരമ്മയും മകനും വെളുപ്പിനെ പോയി. സാരമില്ല, ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെയാണല്ലോ തന്നത്. അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം. എവിടെ എന്റെ മോൻ? രമ താഴത്ത് വെച്ചിട്ടില്ല. രമേ, ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല ആ പെണ്ണിന്. കരച്ചില്. കുഞ്ഞെവിടെ മോളെ? ഇന്നലെ വന്ന ആ ആള് വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിലാ. ആരാ അച്ഛാ? നാരായണനായിരിക്കും. ഇന്നലെ മുതൽ അങ്ങോട്ടോടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം. അമ്മയുണ്ട് കണ്ണ, എന്റെ പൊന്നിന് അമ്മയുണ്ട്. എന്താ ചെയ്ത്? മോൻ കരയണ കണ്ടില്ലേ? വേറൊന്നും തോന്നരുത്. കുറച്ച് കാശ് എൻ്റെ ഒന്ന് പെട്ടു. കയ്യിലിരുന്ന പാഴായി പോകും. ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. വേണ്ടപ്പോ വാങ്ങിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല. അതുകൊണ്ടല്ല, ഇപ്പൊ കാശൊന്നും വേണ്ട. വിഷമൊന്നും തോന്നരുത്. വന്നതിനും സഹായിച്ചതിനും എന്നും നന്ദി ഉണ്ടാവും. പാവം, ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ. ആ നാരായണ, ഞാൻ വീട്ടിലേക്കൊന്ന് പോവാന്ന് വിചാരിക്ക. ആ തള്ള ഉണ്ടാവില്ല ഇവിടെ? അവര് പോയി. എല്ലാരും കൂടെ പോയാ പിന്നെ ഇവിടെ ആരാ? നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്കാക്കിയിട്ട് പോണതിൽ വിഷമമില്ലാഞ്ഞിട്ടല്ല, വേറെ നിവൃത്തിയില്ല. വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം. നിങ്ങളുടെ മോളല്ലേ? തൽക്കാലം അത് പറ്റില്ല. മതം മാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ 2 പെൺകുട്ടികളാ എനിക്ക്. അവരുടെ കാര്യം കൂടി ആലോചിക്കണ്ടേ? എന്ന് വെച്ചാ ഇത് മോള് തന്നെയല്ലേ? തള്ളിക്കളയാൻ പറ്റുമോ? മോളെ, അച്ഛനെ വിഷമിപ്പിക്കാതെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം. അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ. അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛൻ പോവോ? അച്ഛൻ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഒരിക്കലും എന്റെ അനിയത്തിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല.